ഊണ് റെഡി. ഉച്ചയ്ക്ക് മാത്രമല്ല, രാത്രി 10 മണി വരെ ഊണ് കിട്ടണ ഒരു സ്ഥലം. അതും MC റോഡിലാണ് കേട്ടോ. അപ്പോൾ അതാ ചിക്കൻ കറി കപ്പയുടെ കൂടെ കൊടുക്കും അല്ലേ? ഊണിൻ്റെ കൂടെ. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം കുരിയോട് എന്നാണ് കേട്ടോ പറയുന്നത്. കുരിയോട് എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്ത് നമ്മൾ കോട്ടയത്തേക്കൊക്കെ MC റോഡ് വഴി പോകില്ലേ? അപ്പോൾ ശരിക്കും എനിക്ക് തോന്നുന്നു ഇത് കൊല്ലം ജില്ലയാണെന്ന് തോന്നുന്നു. നിലമേൽ കഴിഞ്ഞ് ചടയമംഗലം അല്ലേ? കൊല്ലം ജില്ലയല്ലേ? അതെ, കൊല്ലം ജില്ലയിലാണ് വരുന്നത്. അപ്പോൾ നിലമേൽ കഴിഞ്ഞ് ചടയമംഗലം എത്തണേന് തൊട്ട് മുന്നേ 2 സ്ഥലത്തേക്ക് 3 കിലോമീറ്ററേ ഉള്ളൂ ഇവിടെ നിന്ന് പോകുമ്പോൾ. അപ്പോൾ ഇവിടെ ഒരുപാട് വർഷം 35 വർഷമായിട്ടുള്ള ഒരു കട. ഇവിടുത്തെ അച്ഛൻ പറയണത് പോലെയാണെങ്കിൽ ഒരു പക്ഷേ കേരളത്തിൽ ആദ്യമായിട്ട് പഴങ്കഞ്ഞി തുടങ്ങിയതും ഇവിടെ തന്നെയായിരിക്കും എന്നാണ്. പഴങ്കഞ്ഞിക്കട എന്നാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്താലും കിട്ടുക. പക്ഷേ പഴങ്കഞ്ഞി മാത്രമല്ല, കപ്പയും ഇറച്ചിയും ചോറും ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ്. നല്ല പ്രായമുള്ള അച്ഛനും അമ്മയാണ്, അവരാണ് ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നത്. ഇപ്പം സതിച്ചേച്ചി മോള് ഉണ്ട് കൂടെ. ഇവിടുത്തെ വിശേഷങ്ങളാണ് അപ്പോൾ ഇന്ന് പങ്കുവയ്ക്കുന്നത്. ഇത്തരം കൊച്ചിടങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ എപ്പോഴും നാടൻ രുചി എന്നൊക്കെ നമ്മൾ പറയും. അത് ഇവിടെ വരുന്ന എല്ലാവരോടും അച്ഛനും പറയും കേട്ടോ. നാടൻ രുചി എന്ന് പറയുള്ളൂ, നിങ്ങൾ കഴിച്ച് നോക്കിയിട്ട് പറയണം. കാരണം ഗ്യാസ് ഇല്ല, ഫ്രിഡ്ജില്ല, വേറെ ഒന്നുമില്ല. വാഴ ഇലയിൽ, വിറകടുപ്പിൽ, അമ്മിക്കരയിലൊക്കെ വെച്ച് ഇടിച്ച് അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന ആ പഴയ കാലത്തിൻ്റെ ഓർമ്മകളൊക്കെ ഉള്ള ഒരു സ്ഥലം കൂടിയാണ് ഇത്. ഇതിപ്പോൾ മാങ്ങാച്ചാറാണ്. ഇതിപ്പോൾ കുറേ ദിവസത്തേക്ക് കാണൂലേ? ഇനി കുറച്ച് നേരം തിളപ്പിക്കുവോ? അപ്പോൾ വേഗം എടുക്കാൻ പറ്റുന്നാവോ അല്ലേ? അച്ഛൻ്റെ പേരിലാണോ കഞ്ഞിക്കടക്ക് ഇട്ടത്? അപ്പൊ ആ സമയത്ത് ഇവിടെ വേറെ പഴങ്കഞ്ഞിക്കടയൊന്നുമില്ല. പഴങ്കഞ്ഞി തുടങ്ങണം. അപ്പൊ ഇപ്പൊ ഏകദേശം എത്ര വർഷമായി കാണും? 35 വർഷമായി. അത് തന്നെ അങ്ങനെ തുടങ്ങിയ പഴങ്കഞ്ഞി തുടങ്ങാന്ന് വിചാരിച്ചേ? പഴങ്കഞ്ഞി തുടങ്ങാന്ന് വിചാരിച്ച ഇവിടെയൊക്കെ ഒരുപാട് ജോലിക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കാപ്പി തീർന്നപ്പോൾ കൊടുക്കാനൊന്നുമില്ല, പഴങ്കഞ്ഞി മതിയെന്ന് ചോദിച്ചു, മതിയെന്ന് പറയും. അങ്ങനെ കൊടുത്തു. അങ്ങനെ അപ്പൊ അന്നൊക്കെ ആളുകൾ പഴങ്കഞ്ഞി കുടിക്കാൻ വരുമായിരുന്നു. അന്ന് ജോലിക്കാരൊക്കെ പഴങ്കഞ്ഞി വരും. പിറ്റേന്നും അവർക്ക് അത് മതിയെന്ന് പറയും. ശരി. അപ്പൊ എന്നൊക്കെ കറിയാ കൊടുക്കണ പഴങ്കഞ്ഞിയുടെ കൂടെ? ചോറ്, കപ്പ, തൈര്, പുളിശ്ശേരി, അച്ചാറ്, ഇത്രയും അതിൽ വരും. എത്ര രൂപയ്ക്ക് അന്നേരം കൊടുക്കണേ? 60 രൂപ. 60 രൂപയ്ക്ക് നമ്മൾ ഊണുണ്ട് അല്ലേ? ഉച്ച സമയത്ത് 1 മണി മുതൽ ഊണുണ്ട്. രാത്രി 10 മണി വരെ ഊണ് കിട്ടും. അത് ഒരിടത്തും ഇല്ല ശരിക്കും അങ്ങനെ. ആ സമയത്ത് ഊണ് കഴിക്കാൻ ആളുകൾ വരുമോ? 10 മണിക്കൊക്കെ വരും അല്ലേ? ദൂരെയൊക്കെ പോയിട്ട് വരുന്ന ഒരുപാട് ദൂരമുള്ള ആളുകൾ വരും. ഊണുണ്ടെന്ന് അറിയാം, ചോദിച്ചു വരും. അറിയണവർക്ക് അറിയാം അല്ലേ? എത്രയും വർഷമായിട്ടുള്ളതുകൊണ്ട്. ഞായറാഴ്ച ദിവസവും കടയുണ്ടോ? എല്ലാ ദിവസവും. ഇവിടെ അവധി അടപ്പൊന്നുമില്ല, വീട് തന്നെ ആയതുകൊണ്ട്. അടപ്പും തുറപ്പുമില്ല, ഒന്നുമില്ല. വീട് തന്നെ ആയതുകൊണ്ട് രണ്ടാളും ഇവിടെ കാണും അല്ലേ? ആഹാരം ഇല്ലാതെ പോണ്ട, എന്തെങ്കിലും കൊടുക്കും നമ്മള്. പിന്നെ ഉള്ളത് കപ്പയും ചിക്കൻ കറി. അത് ഉച്ചയ്ക്കാവും. ഡൗണ് കിട്ടിയിട്ടുണ്ട്. ഇന്നപ്പോഴത്തെ കടി ഉണ്ട് കണ്ടോ? നമ്മളെ കിച്ചടി, അവിയൽ, മാങ്ങാച്ചാറ് ഒക്കെ ഞാൻ നക്കി തിന്നാണ് കേട്ടോ ആദ്യം കൊണ്ടുവച്ചപ്പോൾ. തീയല്, പിന്നെ പപ്പടം, ഇതിനകത്ത് പരിപ്പ്, സാമ്പാർ ഒഴിക്കാൻ വേണമെങ്കിൽ. ഇതാണ് സ്പെഷ്യലായിട്ട് നമ്മൾ മേടിച്ചിട്ടുള്ളത്. മീനുണ്ട്, അപ്പോൾ ഇത് ചിക്കൻ കറി കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ചിക്കൻ കറി മേടിച്ചു. ഇതാ നല്ല ചൂടിന് അടുപ്പത്തുനിന്ന് അങ്ങനെ വാങ്ങിയിട്ടുള്ളൂ. കണ്ട ചെറിയ പീസൊക്കെ ആക്കിയിട്ട് നോക്കിയിട്ടുള്ള നല്ല ചെറിയ പുളിയൊക്കെ ഇട്ട് വറുകടുപ്പിൽ ഇങ്ങനെ കുറേ നേരം തീയിൽ കിടന്ന് വേവുന്ന ചിക്കൻ കറി ഇട്ടാ. ഭയങ്കര ചൂട്. അതായതുണ്ടല്ലോ ഈ ചിക്കൻ മസാല അതങ്ങനെ ഒന്നും ചേരാണ്ട് മല്ലിമുളകും വറുത്തിട്ട് വെക്കൂലേ, ആ സൈസ് കറി. അങ്ങനത്തെ ഒരു നാടൻ കോഴിക്കറി എന്ന് പറയില്ലേ. മീനൊക്കെ ആവണേ ഉള്ളൂ കേട്ടോ. ഇന്നിപ്പം കൊഴു വറുത്തതൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ പിന്നെ ചിക്കൻ കറിയുടെ ഒരു മണ്ണടിച്ച് പോയി വിചാരിച്ചു, അത് മതി. ഇതെന്നാന്ന് വെച്ചാൽ എപ്പോഴും പറയൂലേ നിങ്ങൾ വീടിയിടുമ്പോൾ എല്ലാം ഉള്ളിലേക്കാണ് എന്ന് അറിയില്ലേ. ഇത് പക്ഷേ അങ്ങനെയല്ല. റോഡ് സൈഡിലെ MC റോഡ് കോട്ടയത്തേക്ക് പോവോ, അല്ലെങ്കിൽ നമ്മളങ്ങനെ എറണാകുളത്തേക്കൊക്കെ പോകുമ്പോൾ നിലമേൽ കഴിഞ്ഞിട്ട് റോഡിൻ്റെ അവിടെ അങ്ങോട്ട് തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നതെന്ന് വെച്ചാൽ റോഡിൻ്റെ ഇടതുവശത്തായിട്ടാണ്. പക്ഷെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട്, ഇതിൻ്റെയൊക്കെ വീഡിയോ മുന്നേ ചെയ്തത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ കട ഇത്ര നാൾ നടന്നിട്ട് കണ്ടിട്ടില്ല. നിങ്ങളും ചിലപ്പോൾ ഇതിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല.
പക്ഷെ സ്ഥിരം അറിയണ കുറേ ആളുകളുണ്ട്, ഇത്ര വർഷമായിട്ടില്ലേ. അപ്പോൾ ഈ എയർപോർട്ടിലൊക്കെ പോകുന്ന ആളുകൾ രാത്രി ഊണ് അന്വേഷിച്ച് ഇവിടെ തന്നെ വരും. ഇത്ര ഊണ് കിട്ടുന്ന സ്ഥലം വേറെ ഇല്ല. എന്നെ പോലെയൊക്കെ രാത്രി ഇച്ചിരി ചോറ് കിട്ടിയാൽ കൊള്ളാം എന്ന് വിചാരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവില്ലേ. അപ്പം അങ്ങനെയുള്ളവർക്ക് വേറെ എവിടെയും കിട്ടൂല കേട്ടോ. ഇപ്പോൾ 1-2 തിരുവനന്തപുരത്ത് ചില ഹോട്ടലിലൊക്കെ കിട്ടുന്നുണ്ട്. അല്ലാതെ ഈ ഒരു ഏരിയയിൽ കൊല്ലം ജില്ലയുടെ തിരുവനന്തപുരത്തിൻ്റെയൊക്കെ പ്രദേശത്ത് രാത്രി ഊണ് അന്വേഷിച്ച് പോയാൽ ഭയങ്കര പാടാണ് കിട്ടാൻ. കിട്ടുകയില്ല. കഞ്ഞിയൊക്കെ കിട്ടും, ഊണ് കിട്ടൂല. ഇത് അങ്ങനൊരു സ്ഥലവും കൂടിയാണ്. ഇവിടെ രാത്രി 10 മണി വരെ ഊണ് കിട്ടും. അപ്പോൾ ഊണും ചിക്കൻ കറിയും ഞാൻ ഇപ്പം അങ്ങനെയാണ് മേടിച്ചത്. അങ്ങനെയാകുമ്പോൾ 130 രൂപയും പിന്നെ മീൻ വറുത്തത് കൂട്ടിയിട്ടാണെങ്കിൽ 100 രൂപ കേട്ടോ. അപ്പോൾ അല്ലാതെ കപ്പയും ചിക്കൻ കറിയും കൂടി ഉണ്ട് പറഞ്ഞില്ലേ, അങ്ങനെയാണെങ്കിൽ 100 രൂപ തന്നെ. പഴങ്കഞ്ഞി 60 രൂപ. പക്ഷേ പഴങ്കഞ്ഞി രാവിലെ 6 മണിക്കേ തുടങ്ങും. ഇതൊക്കെ ആകുമ്പോഴേക്കും 1 മണി 1:15 ആവും. എന്നാന്ന് വെച്ചാൽ ഇവർ തന്നെ ഉള്ളൂല്ലോ. അപ്പോൾ എല്ലാവരും ഈ ഇറങ്ങി കയറിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങിയിട്ടൊക്കെയാണ് ഇതൊക്കെ വെക്കുന്നത്. എല്ലാം ഇറങ്ങിലാണ്. അപ്പോൾ അതിൻ്റെ അനുസരിച്ചുള്ളൊരു താമസമുണ്ട്. അപ്പോൾ ചില ദിവസം ചിലപ്പോൾ 1:30 ആവും വെച്ചൊക്കെ വരുമ്പോഴേക്ക്. ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ അവൈലബിൾ ആണ്. ജനാർദ്ദന പഴങ്കഞ്ഞി കട എന്ന് അടിച്ചാൽ നമ്മളിടാണ് നോക്കണ്ട, അല്ലാണ്ട് തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ. ഞാനല്ലാതെ കൊടുത്തിട്ടുണ്ട്. ഇതുവഴി പോകുന്നുണ്ടെങ്കിൽ ഞായറാഴ്ച ആയാലും അവധിയൊന്നുമില്ല. നിങ്ങളൊരു ദൂരയാത്രയ്ക്കൊക്കെ വരുന്നവരാണ്, തിരുവനന്തപുരത്തേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഉച്ച സമയത്തോ രാവിലെയോ രാത്രിയോ എപ്പോൾ വേണമെങ്കിലും ഭക്ഷണം കഴിക്കാൻ പറ്റിയ ഒരു വീട് പോലെ ഒരു സ്ഥലമാണ്. പിന്നെ സൗകര്യക്കുറവുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പോകുന്ന എല്ലാ സ്ഥലത്തും അങ്ങനെ ഭയങ്കര ആംബിയൻസും സൗകര്യമൊന്നും ഉണ്ടാവാറില്ലല്ലോ. ചെറിയ സൗകര്യങ്ങൾക്കകത്ത് നല്ല രുചി കിട്ടുന്ന സ്ഥലങ്ങളാണ്. അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കാണെന്ന് വെച്ചാൽ വന്നോട്ടാ. നമ്മളെ വീട്ടിലെ പോലെ ഒരു അച്ഛനും അമ്മയൊക്കെ ഇവിടെ ഉണ്ട്. ഒരുപാട് വയ്യായികകളൊക്കെ ഉണ്ട്, എന്നാലും അവർ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് നടത്തിക്കൊണ്ട് പോകണം. എന്നാലും ഇത്രയും പ്രായമായിട്ട് അതൊക്കെ ചെയ്യുന്നല്ലോ. അത് തന്നെയാണ് നമുക്കൊക്കെ ഉള്ള വലിയ സന്തോഷം. പുതിയ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇനിയും വരാം.